നമ്മുടെ KSRTC മിനിസ്റ്റർ ശ്രീ ഗണേഷ് കുമാർ വിൻറ്റേജ് ശ്രേണിയിൽപ്പെട്ട ഒരു KSRTC ബസ് പുതിയ ചേസിസിൽ ബോഡി ചെയ്ത് ഇറക്കിയതായി നമ്മൾ കണ്ടായിരുന്നു. എന്തായാലും അത് 1965-70കളിലെ വാഹനമാണെന്ന് തോന്നുന്നു. എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇത്തരം വാഹനങ്ങൾ കണ്ടിട്ടുള്ളത് ആക്സിഡൻറ്റിന് ശേഷം റീബിൽഡ് ചെയ്ത് ഇറക്കുന്ന വാഹനങ്ങൾ പലതും ഇങ്ങനെ ഷേപ്പ് മാറ്റി ഇറക്കാറുണ്ടായിരുന്നു. അതിൻ്റെ ഗ്രില്ല് അതിനെയാണ് നമുക്ക് ഓർമ്മിപ്പിക്കുന്നത്. നമ്മളിതിന് മുന്നേ ഇത് കണ്ടിട്ടില്ലാത്തതുകൊണ്ടാവാം. പക്ഷേ ഞാൻ ഇതിനകത്ത് ഈ വീഡിയോയിൽ ഒരു KSRTC ബസ്സിൻ്റെ ചിത്രം ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഈ വാഹനം 1980 കാലഘട്ടങ്ങളിൽ ഫാസ്റ്റ് പാസഞ്ചറായും ഓർഡിനറി സർവീസായും ഒക്കെ ഓടിക്കൊണ്ടിരുന്ന ബസ്സാണ്. എൻ്റെ ചെറുപ്പകാലത്ത് ഇത് വടശ്ശേരിക്കരയിൽ നിന്നും ആലപ്പുഴയിലെ വെള്ളക്കിണറിലേക്ക് ലോക്കൽ ബസ്സായിട്ട്, അതായത് ഓർഡിനറി ബസ്സായിട്ട് ഓടിയിരുന്നു. ഇതിൻ്റെ ഫാസ്റ്റ് വേർഷനാണ് ഇതിൽ കാണിക്കുന്നത്. അന്ന് എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാനിത് 1980 കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ റൂട്ടിലൂടെ ഓടിയിരുന്നതാണ് ഈ ബസ്. അതായത് വടശ്ശേരിക്കരയിൽ നിന്നും റാന്നിയിലെത്തി എടപ്പാവൂർ, പുതിയകാവ്, ചെറുകോൽപ്പുഴ, തീയാടിക്കൽ, തടിയൂർ, തെള്ളിയൂർക്കാവ്, തിരുവല്ല വഴി ആലപ്പുഴയിലെ വെള്ളക്കിണറിലേക്കായിരുന്നു ഈ ബസ് സർവീസ് നടത്തിയിരുന്നത്. ഈ ബസ്സിൻ്റെ മോഡലിൽ ഒരു ബസ് ഇവർ ബിൽഡ് ചെയ്തിറക്കിയാൽ അത് നിരത്തുകൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെ നൽകും എന്നുള്ളതിന് ഒരു സംശയവുമില്ല. നിങ്ങൾ കണ്ടല്ലോ അതിൻ്റെ ബോർഡിൻ്റെ സൈഡിൽ FP ആണെന്നോ എക്സ്പ്രസ് ആണെന്നോ ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയ കുളം. അതൊക്കെ കാണാൻ വളരെ മനോഹരമാണ്. അതുപോലെ അതിൻ്റെ ബോഡി കണ്ടോ, ഉരുളൻ ബോഡി. പിന്നെ ബാക്കിലെ കാരിയർ, ഇതിൻ്റെ പുറകിലെ ഗ്ലാസ്, ഇതെല്ലാം ഉരുളൻ സ്റ്റൈലാണ്. ബാക്ക് വശവും നല്ല ഉരുണ്ടാണ് അതിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ബാക്കിലത്തെ രണ്ട് ചെറിയ ഗ്ലാസ്സുകൾ നല്ല ഭംഗിയുള്ളതാണ്. ഇപ്പം ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ മാത്രമാണ് ഈ ഫോട്ടോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ വാഹനം പുതിയതായിട്ട് ബിൽഡ് ചെയ്ത് ഇറക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നഗരയാത്രകൾക്ക്, ടൂറിസ്റ്റുകൾക്കൊക്കെ വളരെ നല്ല ഒരു അഭിപ്രായം, അല്ലെങ്കിൽ അവർക്കൊരു ഫോട്ടോ സെഷൻ ആണെങ്കിൽ പോലും വളരെ ഒരു നൊസ്റ്റാൾജിക് ഫീലിൽ എടുക്കാനായിട്ട് സാധിക്കും. ഇതെന്തായാലും ഗണേഷ് കുമാറിൻ്റെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇത്തരം ഫോട്ടോകൾ ഇല്ലാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. നമുക്കറിയാം, അദ്ദേഹം വളരെ വലിയൊരു വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഞാനും KSRTCയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്. KSRTC ഫാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്കും ഈ വാഹനങ്ങൾ, ഇതുപോലെ വിൻറ്റേജ് വാഹനങ്ങൾ ഇങ്ങനെ ഇറക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ് ഇത് കാണാനും. ഇത് കാണുന്ന സമയത്ത്, എൻ്റെ നാട്ടിലെത്തുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ എനിക്കും വളരെയധികം ആഗ്രഹമുണ്ട്.